എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ പ്രകാശന് വീട്ടിലേക്ക് ചെല്ലുവാണ്. പ്രകാശൻ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഭാനുമതി അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം ഭാനുമതി അമ്മ ചോദിച്ചു, എന്താണ് മോനെ, നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ, എങ്ങനെ സന്തോഷിക്കാതിരിക്കും അമ്മയെന്ന് ചോദിക്കുകയാണ്. എന്താ കാര്യം എന്താന്ന് പറ. പിന്നീട് പ്രകാശന് കാര്യങ്ങളൊക്കെ പറയാണ്. ഭാനുമതിയമ്മ അവിടെ പിടിച്ചിരുത്തി. അമ്മേ, ഇന്ന് ഞാൻ ഓട്ടം പോയപ്പോ ഉണ്ടല്ലോ, അവള് പറഞ്ഞ എന്താണെന്നറിയാവോ, എന്നെ കണ്ടിട്ട് അവളുടെ അച്ഛന്റെ ഷേപ്പ് ഉണ്ട് പോലും, അതുകൊണ്ട് അവൾ എന്നെ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞോ? അവളാ മുതലാളിച്ച് അങ്ങനെ പറഞ്ഞമ്മേ. ഞാൻ പിന്നെ അധികം ഒന്നും പറയാൻ പോയില്ല, കാരണം വിളിച്ചോളാൻ പറഞ്ഞു. എങ്ങാനും ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞ എന്റെ അവിടുത്തെ ജോലി പോയിട്ടുണ്ടെങ്കിൽ പണി പാളില്ലേ. ഇപ്പൊ നമുക്ക് ഇച്ചിരി താന്നു കൊടുക്കും, നല്ലതല്ലേ. പെണ്ണുങ്ങൾ എനിക്ക് കണ്ണെടുത്താ കാണത്തില്ല എന്ന കാര്യം അവൾക്ക് അറിയത്തില്ലോ എന്ന് പറയാം. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെയാണ് അമ്മേ, അവള് പറഞ്ഞിട്ടുണ്ട് അമ്മേനും കൂട്ടി അങ്ങോട്ട് ചെല്ലാനായിട്ട്. അവിടെ പോയി താമസിച്ചാ മതിയെന്ന്. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ട ഭാനുമതി പറഞ്ഞു, എന്താടാ മോനെ, അല്ല അമ്മയ്ക്ക് അത് ഊഹിക്കാൻ പറ്റുമോ എന്താ ആഗ്രഹമെന്ന്? നിന്റെ മനസ്സിലെ ആഗ്രഹമല്ലേ, ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് പറയാം. അന്ന് അമ്മ ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. എടാ മോനെ, നിന്നെ പ്രസവിച്ച് ഞാനല്ലേ, നിന്റെ മനസ്സ് മനസ്സിലാക്കാനൊക്കെ എനിക്ക് സാധിക്കും. വിക്രത്തിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാനല്ലേ നിന്റെ മനസ്സിൽ ഉദ്ദേശം നിൽക്കും. കൊള്ളാം, അമ്മ എന്റെ മനസ്സ് കണ്ടുപിടിച്ചിരിക്കുന്നു പറയാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? എനിക്ക് അവളെ കണ്ടിട്ട് വിക്രത്തിനേക്കാളും 3-4 വയസ്സ് കൂടുതലുള്ള പോലെ തോന്നും. അതാണോ കുഴപ്പം? അത് വലിയൊരു കുഴപ്പമൊന്നും അല്ലടാ മോനെ. ഇന്നത്തെ കാലത്ത് പ്രായം അധികം പ്രശ്നമൊന്നുമല്ല. പിന്നെ നിന്റെ മോനും കുഴപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ. അവൻ 2 കല്യാണം കഴിച്ചല്ലേ, പോരാത്തന് കൊള്ളയും കൊലയായിട്ട് നടക്കുന്ന അവന്. പിന്നെ അവൻ എവിടെ നിന്നൊരു നല്ല പെണ്ണിനെ കിട്ടും? അവനും അതിന്റെ പോരായ്മകൾ ഇല്ലേന്ന് ചോദിക്കാം. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെയൊക്കെ അവനെ കുറിച്ച് പറയാൻ കൊള്ളാന്ന് ചോദിക്കും. അത് പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേടെ ഉള്ളൂ. അപ്പൊ സത്യമുള്ള സത്യം തുറന്നു പറയണല്ലോ അവന്റെ സ്വഭാവത്തെ കുറിച്ച്. കള്ളത്തരം പറയേണ്ട വല്ല ആവശ്യമുണ്ടോന്ന് ചോദിക്കും. അല്ല മോനെ, അവൻ സമ്മതിക്കും ഇതിനൊക്കെ. അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇല്ലെങ്കില് ഈ പ്രകാശൻ ആരാന്ന് അവൻ അറിയാൻ പോകുന്നുള്ളൂ. ഇത്രയും കാലം തലയെ വെച്ച് കൊഞ്ചിച്ചു. ഇനിയിപ്പൊ ഞാൻ പറയുന്ന അവനനുസരിച്ച് എന്നോടൊപ്പം നിൽക്കണം. ഇനിയിപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും അവന് വീണ്ടും ഇതുപോലെ കള്ളത്തരങ്ങളും കാണിക്കാനാ ഭാവമെങ്കില്, മോഷണമൊക്കെ അവൻ തൊഴിലായി എടുക്കുമെങ്കിൽ അവനെ ഞാൻ വെച്ചേക്കത്തില്ലെന്ന് പറയാം. ശരിയാ, ഒരു പക്ഷേങ്കില് അവിടെ ഇവനുമായിട്ട് കല്യാണം നടക്കുവാണെങ്കിലേ ആ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ മോനും വിക്രത്തിനും കൂടെ നോക്കാൻ പറ്റുമായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടമ്മേ. പുറത്ത് ചെന്നൈയിലൊക്കെ കുറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവൾ അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് വിക്രവും ഞാനും ആയിരിക്കും ഇവിടുത്തെ കമ്പനികളൊക്കെ മേൽനോട്ടം വയ്ക്കുന്നേ, കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നേ. ഭാനുമതിയമ്മ പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നടക്കുമോ മോനെന്ന് ചോദിക്കുക. നടക്കാതെ പിന്നെ. എന്നാലും എനിക്കൊരു ടെൻഷൻ. എന്റെ അമ്മ ഈ സമയത്ത് നെഗറ്റീവ് അടിക്കരുത്. നടക്കുമെന്ന് പറയാൻ നടക്കും, നമുക്ക് വിശ്വാസം വേണം ആദ്യം. പക്ഷെ അമിതമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കേണ്ട പ്രകാശ. പിന്നെ വിശ്വസിക്കാതെ അമ്മ ഇങ്ങനെ ഒന്നും പറയില്ലെന്ന് പറയാം. ഇതെല്ലാം അവന്റെ ജാതകം കൊണ്ടാ. അവന്റെ ജാതകം ഗുണം കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കണ്ടില്ലേ. ഒന്നുമില്ലായ്മയും നമ്മൾ കരകയറി പോണേ. അവൻ ജയിലിലാണെങ്കിലും അവന്റെ ജാതക ഗുണം നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാന്ന് പറയണം. ശരി ശരി, എത്രയും പെട്ടെന്ന് തന്നെ അവനെ നമുക്ക് പുറത്തിറക്കാം. എന്നിട്ട് വേണം അടുത്ത കളി പ്ലാൻ ചെയ്യാമെന്ന് പറയാം. പിന്നീട് കല്യാണിയെ കാണാനായിട്ട് കാർത്തിക വരുവാണ്. അപ്പൊ കല്യാണി തന്റെ സ്റ്റാഫിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ കാർത്തികനെ കണ്ടപ്പോൾ ആ കാർത്തിക വരാൻ പറയണം. അല്ല, ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, ഡിസൈനിങ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം. ഇന്ത്യൻ ഡിസൈനിങ് ഒക്കെ അതെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് പറയാം. ഈ സമയം അവിടെ നിന്നിരുന്ന ഹരിസാർ പറഞ്ഞു, അല്ലേലും കല്യാണിയാണെങ്കിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഇന്ത്യൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും എല്ലാവരുടെ മനസ്സിനിണങ്ങിയ രീതിയിലായിരിക്കും കല്യാണി മോൾ അത് ചെയ്തോളെന്ന് പറയാണ്. പിന്നീട് കാർത്തി പറഞ്ഞു, ഇപ്പൊ ഞാൻ വന്ന വേറൊരു ആവശ്യത്തിന് വേണ്ട. എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയൊരു കൺസ്ട്രക്ഷന്റെ കാര്യം, ഒരു ബിൽഡിങ്ങിന്റെ കാര്യം. അപ്പം അത് കിരൺ സാർ ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നു പറയാ. ആഹാ, അത് കൊള്ളാലോ. പിന്നീട് കല്യാണിനെ പറഞ്ഞു, ഇതങ്ങ് മേടിക്കാൻ പറഞ്ഞ ആ ചെക്കൻ കൂടെ കൊടുക്കുവാണ്. ഇത് കണ്ടതും കല്യാണി ഒരു നിമിഷം അമ്പത്, ഇത്രയും വലിയ എമൗണ്ടോ? അല്ല, ഇത്രയും വലിയ എമൗണ്ടിനൊന്നും ആവശ്യമില്ല എന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഡിസൈന്റെ ബാക്കി പേയ്മെന്റ് ഞാൻ ഉടനെ തന്നോളാന്ന് പറയണേ. അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നീട് കല്യാണിയോട് കാർത്തി പറഞ്ഞ, അതെ, ഞാൻ ഇങ്ങനെയൊക്കെ ആരുടെ അത്ര വിശ്വാസത്തോടെ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കാറില്ല. പക്ഷെ കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി നല്ലതാണ്, നല്ല കുട്ടിയാണ്. അത് മാത്രമല്ല, ഈ കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ച് അധികം ഞാൻ കേട്ടിട്ടുമുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ചതിയും വഞ്ചനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് പോലും ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് തരുന്നതെന്ന് പറയാം. പിന്നീട് കല്യാണി പറഞ്ഞു, എന്നാ ശരിയെന്ന് പറയണം. അപ്പൊ കാർത്തി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അല്ല, അടുത്ത ദിവസം തന്നെ ഉറപ്പായിട്ടും കമ്പനിയുടെ ഉദ്ഘാടനം കാണുമായിരിക്കും. അപ്പൊ അന്ന് കല്യാണി മാത്രം വന്നാൽ പോരാ, കാദംബരി
കല്യാണി ചേച്ചി എന്നല്ല പറഞ്ഞ. അപ്പൊ കാദംബരിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റെന്ന് കല്യാണി പറയണം. ശരിയെന്നും പറഞ്ഞോണ്ട് കാർത്തി അങ്ങോട്ട് പോവാണ്. പിന്നീട് കിരണം വരുന്നത്. കിരൺ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി വന്ന കാര്യം, ചെക്ക് കൊടുത്ത കാര്യം എല്ലാം പറയാണ്. അങ്ങനെ ചെക്ക് എടുത്ത് കിരണിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത്രയും വലിയ എമൗണ്ടോ? ഇത്രയും വലിയ എമൗണ്ട് ഒന്നും നമ്മൾ അഡ്വാൻസ് മേടിക്കാറില്ലോ. ഇതിപ്പോ ഒരു 40% അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ടല്ലോ എന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മളൊരു 5-8 ഒക്കെ അല്ലേ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് മേടിക്കാറുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞ, പക്ഷെ എങ്കിൽ അവര് നിർബന്ധിച്ച് തന്നിട്ട് പോയതാ. എന്ത് ചെയ്യാനാന്ന് പറയാ. ഈ സമയം കിരൺ പറഞ്ഞു, എന്നാലും അപ്പൊ മിക്കവാറും അവർക്ക് വേണ്ടി പണിയുന്ന ആ ബിൽഡിങ്ങിന് ഒരു 2 കോടി രൂപയൊക്കെ വരുമായിരിക്കും, ആ പുതിയ വീടിന്. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ലാഭം മതി നമുക്ക്. ബാക്കി നമുക്ക് ലാഭം കുറച്ച് അവർക്ക് ചെയ്തു കൊടുക്കാം, അല്ലേ കല്യാണി എന്ന് പറയാം. ശരിയാ. കല്യാണി പറഞ്ഞു, എനിക്ക് അവരെ കണ്ടപ്പോഴെന്തോ ഒരു തോന്നുന്നുണ്ട്, വലിയൊരു അടുപ്പം തോന്നുന്നുണ്ട്. അതിന് പക്ഷെ നീ 2-3 പ്രാവശ്യം കണ്ടോണ്ടായിരിക്കും കല്യാണി എന്ന് പറയാ. അതല്ലേ കിരണേട്ടാ, അവരടുത്ത് വന്നു കഴിയുമ്പോ എനിക്ക് വേണ്ടപ്പെട്ട ആരോ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ തോന്നുന്നുണ്ട്. ഒരു പക്ഷെ നല്ല ഫ്രണ്ടായിട്ട് അങ്ങനെയൊക്കെ എന്തോ ഒരു അടുപ്പമുള്ള പോലെ തോന്നുന്നുണ്ട്. കാര്യം എന്താന്ന് മാത്രം എനിക്ക് അറിയില്ല എന്ന് പറയാം. അത് ചിലപ്പോ എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോ ഇതിനു മുമ്പ് നീ 1-2 പ്രാവശ്യം കൂടെ കണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. അത് ഇനിയിപ്പോ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോന്ന് അറിയത്തില്ല. നിനക്ക് ഇനിയിപ്പോ മുമ്പ് വരെ നീ വരെ കണ്ടിട്ടുണ്ടോന്നും അറിയത്തില്ലോ എന്ന് പറയാം. കല്യാണി പറഞ്ഞു, അതെനിക്ക് അറിയില്ല എന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് പ്രകാശനും ഭാനുമതിയമ്മയും കൂടെ. ഈ സമയത്ത് പ്രകാശൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് പോണം. അപ്പൊ ഭാനുമതിയമ്മ വെച്ച്, വീടൊക്കെ എങ്ങനെയുണ്ട് മോനെ? വീടൊക്കെയോ? അതിന് വീടെന്നൊന്നും പറയാൻ പറ്റില്ല അമ്മേ, അതൊരു കൊട്ടാരമാന്ന് പറയണം. ഓ, അപ്പൊ അവിടെ AC ഒക്കെ കാണും അല്ലേ? പിന്നെ AC ഒക്കെ ഇല്ലാതെ, AC ക്കകത്തൊക്കെ കിടന്നുറങ്ങുന്ന കാര്യം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. സോണിമോളുടെ വീട്ടിൽ വെച്ച് അങ്ങനെ കിടന്ന്, പിന്നീട് ആ മറ്റേ ശരണ്യയുടെ വീട്ടിൽ പോയത് ചൂടത്ത് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് കിടക്കുമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോഴത്തേനും എനിക്ക് ഇനി അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അമ്മയ്ക്ക് അവിടെ ഒരു നല്ല രാജ്ഞിയായിട്ട് തന്നെ നിക്കാന്ന് പറയണം. അല്ല, എന്നെ കണ്ടിട്ട് ഇപ്പൊ രാജ്ഞിയായിട്ട് തോന്നുവോന്ന് ചോദിക്കണം. പിന്നെ തോന്നുവോന്നോ? അമ്മേനെ കണ്ട മുഖത്ത് എന്തൊരു പ്രൗഢിയാന്നറിയോ? അമ്മ നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് ഏട്ടൻ പറഞ്ഞു, പക്ഷെ നീ അത്ര പോരെ പ്രകാശ. അതെന്താ? നിനക്ക് അത്ര അതില്ല, അങ്ങോട്ടൊരു സൗന്ദര്യം ഇല്ലെന്ന് പറയണം. അമ്മ തന്നെ ഇത് പറയണമെന്ന് പറയാ. പിന്നീട് പറഞ്ഞു, അത് എടുക്കാളെല്ലാം പെട്ടെന്ന് എടുക്ക് പോകാന്ന് പറയണേ. അല്ലേ, കുറച്ചുകൂടി സാധനങ്ങൾ എടുക്കട്ടെ എന്ന് ചോദിക്കണം. വേണ്ട വേണ്ട, ഇത് ഇത്രയൊക്കെ മതി. അല്ലെങ്കിൽ ഇതങ്ങോടെ വാരി വലിച്ചു കെട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതെ അവര് നമുക്ക് വേണ്ട എല്ലാം തരൂന്ന് പറയണം. ശരി, പക്ഷെ ഒരു കാര്യമുണ്ടമ്മേ, നമ്മൾ ഈ കാർത്തികാന്ന് അത്ര നീട്ടി വിളിക്കുന്നത് ശരിയാണോ? പിന്നെയോ മോനെ, അല്ല നമുക്ക് സ്നേഹത്തോടെ കാർത്തു അങ്ങോട്ട് വിളിച്ചാലോ? എന്നെ അച്ഛാന്നൊക്കെ വിളിച്ചു കഴിയുമ്പോഴത്തേനും അത്രമാത്രം സ്നേഹം അടുപ്പം അവളോട് കാണിക്കണ്ടേ, കാർത്തു എന്നുള്ളേ. അത് ശരിയാ. പിന്നെ വേറെ കാര്യം അമ്മയോട് പറയാനുണ്ട്. ഇപ്പൊ ഞാൻ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കള്ളത്തരങ്ങളാ. പെൺമക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അമ്മയായിട്ട് അത് പോയൊന്നും പൊളിക്കരുത്, അറിയാലോ. എന്നോട് ഇവനെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? കാരണം എനിക്ക് കല്യാണിയും കാദംബരിയും 2 മക്കളുണ്ട്. അവർ നമ്മളെ ഇട്ടിട്ട് പോയതാന്നൊക്കെയാ പറയണേ. ഞാനവിടെ പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിരിക്കുന്നേ. കാരണം അല്ലെങ്കിൽ അവള് മിക്കവാറും ഈ ജോലിയിൽ നിന്ന് തന്നെ എന്നെ പിരിച്ചു വിടുമെന്ന് പറയാം, സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ എനിക്കറിയാം. അതോർത്ത് ഇനി എന്റെ മോൻ വിഷമിക്കണ്ടെന്ന് പറയണം. പിന്നീട് 2 പേരും കൂടെ കാർത്തികയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങുക. ഈ സമയം കാർത്തിക അങ്ങോട്ട് ഇറങ്ങി വരുന്നു. വാ, 2 പേരും കൂടെ ഇങ്ങോട്ട് വാ. അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോ പ്രകാശൻ ഭാനുമതി അമ്മേനെ പരിചയപ്പെടുത്തുക. ഇതെന്റെ അമ്മ, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഭാനുമതി അമ്മ എന്ന് പറയണം. ആ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ കാലിക്കീഴിലേക്ക് വേണിച്ച് അനുഗ്രഹം മേടിക്കുകയാണ്. മോള് പറഞ്ഞ പോലെയൊന്നും അല്ല കേട്ടോ, നല്ല സുന്ദരിയാന്ന് പറയണം. ആണോ എന്ന് ചോദിക്കാണ്. പിന്നീട് ചോദിച്ചു, അല്ല മോളെ, ഇവിടെ മോള് മാത്രമല്ല, അല്ല ഞാൻ മാത്രമല്ല, ഒരു വേലക്കാരിയും കൂടെ ഉണ്ട്, ഓമന ചേച്ചി ഉണ്ടെന്ന് പറയണം. അതെ, കാർത്തു പറഞ്ഞ പോലെ ഞാൻ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. കാർത്തുവോ? ഓഹോ, അപ്പൊ തന്റെ പേരൊക്കെ ചുരുക്കി വിളിക്കുന്നുണ്ട്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് കാർത്തി പറഞ്ഞു, അമ്മ മടുത്തു വന്നല്ലേ, ഒരു കാര്യം ചെയ്യ അച്ഛാ, അമ്മേനെ കൊണ്ട് മുറി കാണിച്ചു കൊടുക്കാൻ പറയണം. ശരിയെന്നും പറഞ്ഞിട്ട് പ്രകാശൻ ഭാനുമതി അമ്മേനെ കൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം കാർത്തിക പറഞ്ഞു, അങ്ങനെ എന്റെ കൈ 2 പേരും വന്ന് കിട്ടി. ഇനിയാണ് ഈ കാർത്തികയുടെ കളി നിങ്ങൾ കാണാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ നിങ്ങൾ ആ സത്യം തിരിച്ചറിയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളിവിടെ കേട്ട് കൈകാലിട്ട് അടിക്കും, അതെനിക്ക് കാണണമെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.